അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 50-ാം വർഷം ആഘോഷിക്കുന്ന സിനി 50-ാം വർഷം ആഘോഷിക്കുന്ന സിനി ടെക്സ്റ്റൈൽസും ശ്രീലക്ഷ്മി സിൽക്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് വർഷം ഇതേപോലെ ഇതേ ക്വാളിറ്റിയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി വിഷു ടു ഓൾ. അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ആദ്യം നറുക്കെടുക്കുന്ന ആൾക്ക് നമ്മൾ AC ആണ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ചൂടത്ത് കൂളായിട്ടുള്ള എത്ര നമുക്ക് എത്ര ഉണ്ടോ നമുക്ക് സമ്മാനങ്ങളാണ്. ഇസാമറിയ നമ്പർ ഉണ്ട് 07524 വെള്ളിക്കുളങ്ങര. ഹലോ ഹലോ ഇസാമറിയാണോ? ഹലോ ആണോ? ഇവിടെ നമ്മുടെ ചാലക്കുടി ശ്രീലക്ഷ്മിയിൽ വന്നിട്ടുണ്ടായിരുന്നോ? കൂപ്പണൊക്കെ പൂരിപ്പിച്ചിട്ടായിരുന്നോ? എന്താണ് കിട്ടുവോ? വിൻ ചെയ്യോ? പ്രതീക്ഷയുണ്ട്. എന്തായിരിക്കും കിട്ടുക? ഇല്ല. വീട്ടിൽ AC ഒക്കെ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടെന്ന്. ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യാനുള്ള ആളൊക്കെ വിളിച്ചോളൂ കേട്ടോ. AC കിട്ടിയിട്ടുണ്ട്. ഒന്നാം സമ്മാനം ഇസാമരിയക്ക്. ഞാൻ സാധികയാണ് ചേച്ചി, ആർട്ടിസ്റ്റാണ്. അപ്പൊ എന്തായാലും വിഷു ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് സമ്മാനമൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ. ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് സൂതേട്ടന്റെ കൈകളിലൂടെ പോയൊരു സ്ഥാപനമാണ്. ആ സൂതേട്ടനെ ഇവിടെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. സൂതേട്ടനും ഞാനും എന്താ പറയാ, ഒരു അച്ഛനും മോനെ പോലെയുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം 50 വർഷമായി. ഇന്ന് സാധാരണക്കാരുടെ ഒരു സ്ഥാപനമാണ് ഈ ശ്രീലക്ഷ്മി. അത് തന്നെയാണ് സിനി ടെക്സ്റ്റൈൽസും. സുഗതേട്ടൻ ചാലക്കുടിക്കാർക്ക് വേണ്ടി സിനി ടെക്സ്റ്റൈൽസും ഈ ശ്രീലക്ഷ്മി തുടങ്ങിയിട്ട് ഏകദേശം 50 വർഷം തികയുകയാണ്. ചാലക്കുടിക്കാരുടെ ഒരു അഹങ്കാരമാണ് സിനിയും ശ്രീലക്ഷ്മിയും. അത് എല്ലാവരും ഹൃദയത്തിലേറ്റുകൊണ്ടാണ് ശ്രീലക്ഷ്മിയും സിനിയും കൊണ്ടുനടക്കുന്നത്. ഇനിയും അങ്ങോട്ട് തന്നെ ഇവരുടെ പെരുമാറ്റം, അതായത് ശ്രീലക്ഷ്മി കുടുംബങ്ങളിലെ അല്ലെങ്കിൽ സിനി കുടുംബങ്ങളിലെ പെരുമാറ്റം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹൃദയത്തിലേറ്റിട്ടുള്ളത്. അത് സനലിൽ കൂടിയും സിനി പ്രവീണിൽ കൂടിയും അത് ഇനിയും ഒരുപാട് വർഷങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറട്ടെ എന്നും ഈ സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കാരണം സിനിയും ശ്രീലക്ഷ്മിയും നമ്മുടെ എല്ലാവരുടെയും ഒരു കുടുംബ പ്രസ്ഥാനമാണ്. ചാലക്കുടിയിലെ എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ് സിനിയും ശ്രീലക്ഷ്മിയും. എൻ്റെ 50ാമത്തെ വർഷത്തിലാണ് നമ്മൾ ഇന്ന് ഈ നമ്മുടെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത കുടുംബാംഗങ്ങൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട സീരിയൽ സിനിമാ താരത്തിനോടൊപ്പം ശ്രീ സാധിക വേണുഗോപാലിനോടൊപ്പം ഇന്ന് ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നമ്മളിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരിയായിട്ട് 50 വർഷം എങ്ങനെയാണ് ചാലക്കുടിയിൽ ശ്രീലക്ഷ്മിയും സിനിയും നമ്മളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് നിന്നത്, അതിനെന്തായാലും ഒരു രസതന്ത്രം ഉണ്ടാകേണ്ടേ. എന്താണ് ആ രസതന്ത്രം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ സുഗതേട്ടൻ്റെ ഒരു സമർപ്പണമാണ്, ഓമന ചേച്ചിയുടെ സമർപ്പണമാണ് സിനിയും ശ്രീലക്ഷ്മിയും. ആ സമർപ്പണം ഇന്ന് സനലും സിനിയും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മികവോടെ ഇന്നും ചാലക്കുടിക്കാരെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രസതന്ത്രം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്, മികവോടെ ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ വിലക്കുറവോടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രസ്ഥാനമാണ് ശ്രീലക്ഷ്മി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിജയമാണ് ഈ 50ാം വർഷത്തിൽ നമ്മളെല്ലാവരും കൂടി നിൽക്കുന്നത്. ഇനിയും വർഷങ്ങൾ നമ്മുടെ ചാലക്കുടിയിൽ മികവോടെ ശ്രീലക്ഷ്മിയും സിനിയും നിലനിൽക്കട്ടെ. അത് ഏറ്റവും ചെറിയൊരു കടയായിരുന്നു. ആ കടനെ ഇത്ര വലുതാക്കി ഉയർത്തി വളർത്തിയ ഈ ചാലക്കുടിയുടെ പരിസരത്തുള്ളവർക്കും ഞങ്ങളുടെ ശ്രീലക്ഷ്മി സ്റ്റാഫുകളിലെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി. സനൽ നന്ദി. കാരണം എന്താ വെച്ചാൽ ഇന്ന് സിനിയും ശ്രീലക്ഷ്മിയെ 50 വർഷം ആഘോഷിക്കുമ്പോൾ ഞാനോട് വിവാഹം കഴിഞ്ഞ് വന്നിട്ട് ഒരു 11 വർഷം ആവണേ ഉള്ളൂ.
അപ്പൊ നമ്മളതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പക്ഷെ അച്ഛന്റെ കഷ്ടപ്പാടും ആ ഒരു അധ്വാനവും എല്ലാം കേട്ട് തന്നെയാണ് ഓരോ ദിവസം തുടങ്ങുന്നതും. അച്ഛൻ അത് ഇടയ്ക്കിടയ്ക്ക് പറയും ചെയ്യും. കാരണം നമുക്കറിയാലേ അധ്വാനം അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമുക്കറിയില്ല. കാരണം അന്ന് അവർക്ക് ശരിയായ റോഡില്ല, ശരിയായ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ആ ഒരു സമയത്തെ കഷ്ടപ്പാട് അമ്മയുടെ അച്ഛൻ്റെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടാണ് ആദ്യത്തെ നന്ദി പറയുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സും, കാരണം ഇപ്പോഴും അത് അച്ഛൻ ഓടി വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടിയില്ലെങ്കിൽ അച്ഛനൊരു വിഷമാണ്, ആദ്യമാണ്. അത് തന്നെ ആയിരിക്കണം അല്ലേ നമ്മളൊരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അച്ഛനിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും പഠിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഇതുവരെ ഞങ്ങൾ എത്തിച്ചത് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സാണ്. 5 തലമുറ 4 തലമുറയൊക്കെ ആയിട്ട് വന്നെടുക്കുന്നവരുണ്ട്. ഒത്തിരി സന്തോഷമാണ് ഓരോരുത്തരും നമ്മളെ കൈപിടിച്ച് വന്ന് പറയുമ്പോൾ. ഇന്നലെയും കൂടെ ഒരു ഓമന എന്ന് പറഞ്ഞൊരു കസ്റ്റമർ വന്നായിരുന്നു. അപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ളവരാണ്. ഓരോ പരാതികളും നമ്മളോട് പറയുമ്പോൾ ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ നാളെ അത് ശരിയാക്കണം ആ രീതിയിൽ തന്നെയാണ് ഓരോരുത്തരും നമ്മളോട് സംസാരിക്കുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ചാലക്കുടിക്കാർക്ക് തന്നെയാണ് പ്രത്യേകം നന്ദി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്ന സാധിക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് വിനു ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് ഇവരൊക്കെ, വേറെ എന്ന് പറയാനില്ല. ഓരോ കഥകളും സഞ്ചാരം പറയുമ്പോഴും കേൾക്കാം. വിനു ചേട്ടനൊക്കെ അതിന്റെ ഒരു വലിയൊരു അടയാളാണ്. ആൻഡ് ജോയ് ചേട്ടനും അതെ. കാരണം എല്ലാ കാര്യത്തിലും ജോയേട്ടൻ കൂടെയുണ്ട്. എന്തൊരു പ്രശ്നം വന്നാലും ജോയേട്ടന്റെ കയ്യിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉപദേശം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ജോയേട്ടൻ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നുണ്ട്. ഉണ്ണിച്ചേട്ടനെ ഞങ്ങൾ പ്രത്യേകം മാറ്റി നിർത്തുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ്. ശ്രീലക്ഷ്മിയുടെ ഒരു ഭാഗമാണ്, സിനിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ണിച്ചേട്ടനും ഒരുപാട് താങ്ക്സ്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിന് നമ്മൾ താങ്ക് യു പറയുമ്പോൾ അവരെ സർവീസ് ചെയ്യുന്ന ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ സ്റ്റാഫ് നമുക്ക് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ ശ്രീലക്ഷ്മിയിലും സിനിയിലും ഞങ്ങളൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.